നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം കേരളത്തിലാകെ പോളിംഗ് 79.6% മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള കണക്കാണിത്. ആകെ 2,12,43,942 പേരാണ് വോട്ട് ചെയ്തത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങളായിട്ടും പോളിംഗിൻ്റെ ഔദ്യോഗിക കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെ വിവിധ കോണുകളിൽ നിന്ന് പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് നിലവിൽ ലഭിച്ച കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത്. കണക്കുകൾ പ്രകാരം കേരളത്തിലാകെ 79.63% പോളിംഗ് നടന്നത്. സർവീസ് വോട്ടുകൾ ഒഴികെയുള്ള കണക്കുകളാണിത്. സർവീസ് വോട്ടുകളുടെ കണക്ക് ലഭിക്കുക വോട്ടെണ്ണലിന് ശേഷമാണെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ട് കണക്ക് വൈകിയിട്ടില്ലെന്നും 3 ദിവസം മാത്രമാണ് എടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പ് കഴിഞ്ഞ് 4-ാം ദിവസവും അന്തിമ വോട്ടിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ വിമർശനമുയരവെയാണ് കമ്മീഷന്റെ വിശദീകരണം. 53,984 സർവീസ് വോട്ടർമാരാണുള്ളത്. ഇവരിൽ എത്ര പേർ വോട്ട് ചെയ്തെന്ന് വോട്ടെണ്ണൽ സമയത്ത് മാത്രമേ അറിയാൻ സാധിക്കൂ. ഇതിന് 48 മണിക്കൂറിനുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കും. അതിലാണ് സർവീസ് വോട്ടുകൾ ഉൾപ്പെടുത്തിയുള്ള കണക്കുകൾ ഉണ്ടാവുകയെന്ന് കമ്മീഷൻ പറഞ്ഞു. വോട്ടെടുപ്പ് ദിവസം ബൂത്തിലെത്തി വോട്ട് ചെയ്തവർ 78.27% കമ്മീഷൻ പറഞ്ഞു. ഇതിൻ്റെ മണ്ഡലം തിരിച്ചുള്ള കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് പോസ്റ്റൽ വോട്ടുകൾ കൂടാതെയുള്ള കണക്കാണ്. ആകെ വോട്ട് ചെയ്തത് 99,40,373 പുരുഷന്മാരാണ്. 1,13,03,410 സ്ത്രീകളും 153 ട്രാൻസ്ജെൻഡർമാരും വോട്ട് ചെയ്തു. ആകെ 2,12,43,942 പേരാണ് വോട്ട് ചെയ്തത്. നിലവിലെ കണക്കുകൾക്കൊപ്പം സർവീസ് വോട്ട് കൂടി ചേർത്താൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ പോളിംഗിൻ്റെ പൂർണ്ണ ചിത്രം വ്യക്തമാവൂ. എല്ലാം സുതാര്യമായാണ് നടന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. ഫോം 17C എല്ലാ പോളിംഗ് ഏജന്റുമാർക്കും നൽകിയിട്ടുണ്ട്. പോസ്റ്റൽ വോട്ടുകൾ തിങ്കളാഴ്ചയാണ് അന്തിമമാക്കിയത്. രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഈ കണക്ക് ലഭ്യമാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇൻഡെക്സ് കാർഡ് പ്രസിദ്ധീകരിക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള 1,35,068 ഉദ്യോഗസ്ഥർ വോട്ട് ചെയ്തു. 96.37% ഇവരുടെ പോളിംഗ് ശതമാനം. 53,984 സർവീസ് വോട്ട് പോളിംഗ് ദിവസം വരെയുണ്ടായി. 96.3% മുതിർന്ന പൗരന്മാരുടെ വോട്ട് ശതമാനം. 60,734 ഭിന്നശേഷിക്കാർ വോട്ട് ചെയ്തു. 96.7% ഹോം വോട്ടുകളും ചെയ്തു. 32,172 അവശ്യ വിഭാഗം ജീവനക്കാരും വോട്ട് ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളിൽ പരാതിയുള്ളവർക്ക് നിയമപരമായി പരിഹാരം തേടാമെന്നും കമ്മീഷൻ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.